അപകടങ്ങളുടെ ഒരാഴ്ചയാണ് കഴിഞ്ഞുപോയത്. 6 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കളർ കോഡ് അപകടം. കണ്ണൂർ ദേശീയപാതയിൽ ക്യാപിറ്റൽ മോളിന് സമീപം ടൂറിസ്റ്റ് ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിയ കാർ ബസ്സിലിടിച്ച അപകടം. പാപ്പിനിശ്ശേരിയിൽ നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. കൊളച്ചേരിമുക്ക് കാറ് ബൈക്കിലിടിച്ച അപകടം. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തിയ സംഭവം തുടങ്ങി അപകടങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഈ ആഴ്ച നാം കണ്ടത്. ഈ ആഴ്ചയിൽ കേരളം കണ്ട 2 പ്രധാന അപകടങ്ങളാണ് റിയൽ സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപകടങ്ങളുടെ ബ്ലാക്ക് സ്പോട്ടായി മാറുകയാണ് ആലപ്പുഴ കളർക്കോട് തോട്ടപ്പള്ളി പാത. 12 ബ്ലാക്ക് സ്പോട്ടുകളുള്ള പാതയിൽ 15 കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനിടെ 40 അപകടങ്ങളാണ് ഉണ്ടായത്. മരിച്ചത് 14-ലേറെ പേർ. കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഈ ആഴ്ച നാം ആലപ്പുഴ കളർക്കോട് നിന്നും കേട്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ ആകെ നൊമ്പരത്തിലാഴ്ത്തിയ ദാരുണമായ വാഹനാപകടമുണ്ടായത്. 6 വിദ്യാർത്ഥികളുടെ ജീവനാണ് അപകടത്തിൽ പൊലിഞ്ഞത്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽപ്പെട്ടവരിലുള്ളത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നുപോയി. ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിലുള്ളവരെ പുറത്തെടുത്തത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 3 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത്. ഒരാൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരിക്കുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 20 വയസ്സുകാരൻ ആൽബിൻ ജോർജ് ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ കളർക്കോട് കാർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. ശ്രീദീപ്, മുഹമ്മദ് ഇബ്രാഹിം, ദേവാനന്ദ, മുഹമ്മദ് ജബാൽ, ആയുഷ് ഷാജി എന്നിവരാണ് മറ്റു വിദ്യാർത്ഥികൾ. 8 പേർക്ക് കയറാവുന്ന വാഹനത്തിൽ 11 പേർ കയറിയതാണ് അപകടത്തിന്റെ ആഘാതം കൂട്ടിയതെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പ്രതി ചേർക്കണമെന്ന് കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകി. സാക്ഷിമൊഴികളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഗൗരി ശങ്കറിനെ 1-ാം പ്രതിയാക്കണമെന്ന് കാട്ടി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് ഭാരതീയ ന്യായ സംഹിത 106 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കുകയുണ്ടായി. KSRTC സഞ്ചരിച്ചത് കൃത്യമായ റൂട്ടിൽ തന്നെയായിരുന്നുവെന്നും അമിത വേഗത്തിലായിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപകടത്തിന് തൊട്ടു മുൻപ് KSRTCയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരി ശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. മുൻപിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കുന്നതിനിടെ ലോഡ് കാരണം ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ലെന്നും ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രണം വിടുകയായിരുന്നുവെന്നും ഗൗരി ശങ്കർ മൊഴി നൽകിയിട്ടുമുണ്ട്. നിയന്ത്രണം വിട്ട വാഹനം വലതുവശത്തേക്ക് തെന്നി മാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. വാഹന ഉടമയായ ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും പറഞ്ഞ മൊഴി തെറ്റാണെന്നും വാഹനം വാടകയ്ക്കെടുത്തതാണെന്ന് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഗൗരി ശങ്കർ മൊഴി നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. വാടകയായ 1000 രൂപ ഗൗരി ശങ്കർ ഉടമ ഷാമിൽ ഖാന് ഗൂഗിൾ പേ ചെയ്ത് നൽകിയിട്ടുമുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ബാങ്കിൽ നിന്ന് പണമിടപാട് വിവരങ്ങൾ ശേഖരിക്കും. വാഹനത്തിന്റെ RC ബുക്ക് റദ്ദാക്കുകയും വാഹന ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറുമായുള്ള സൗഹൃദം കൊണ്ടാണ് വാഹനം സിനിമയ്ക്ക് പോകാൻ നൽകിയതെന്നാണ് ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ ഉദ്യോഗസ്ഥർ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. ഇതിനെ തള്ളിയാണ് ഗൗരി ശങ്കർ മൊഴി നൽകിയത്. വാഹനം ഓടിച്ചപ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്നും ഗൗരി ശങ്കറിന്റെ മൊഴിയിലുണ്ട്.
ഷാമിൽ ഖാൻ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാറുണ്ട്. എന്നാൽ ഇയാൾക്ക് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ല. സ്വകാര്യ രജിസ്ട്രേഷനുള്ള വാഹനം റെന്റിന് നൽകുന്നതും ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. വാഹനത്തിന്റെ കാലപ്പഴക്കം അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇടയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം സംഭവം ലോക്സഭയിൽ ഉന്നയിച്ച KC വേണുഗോപാൽ MP. റോഡ് നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിൽപ്പെട്ടവർക്ക് യഥാസമയം ചികിത്സ കിട്ടാത്ത സാഹചര്യവും ചൂണ്ടിക്കാട്ടിയ KC വേണുഗോപാൽ റോഡ് സേഫ്റ്റി നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും വ്യക്തമാക്കി. ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ ആശങ്ക ഉളവാക്കുന്നതാണ്. റോഡ് സേഫ്റ്റി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിയമപാലകർ ഉറപ്പാക്കേണ്ടതുണ്ട്. അവ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വർദ്ധിച്ചുവരുന്ന അപകടങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപകടങ്ങളുടെ അനുപാതം കുറയ്ക്കുന്നതിന് പോലീസിന് നിർണായക പങ്ക് വഹിക്കാനാകും. റോഡ് അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെങ്കിലും അത് കുറയ്ക്കാനോ തടയാനോ ഓരോ പൗരന്മാരും വിചാരിച്ചാൽ സാധിക്കും. കേരള ജനതയെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു കൊല്ലത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. കൊല്ലം ചെമ്മാമുക്കിലാണ് സംഭവമുണ്ടായത്. കാറിലെത്തിയ യുവതിയെ മറ്റൊരു കാറിൽ പിന്തുടർന്ന ഭർത്താവ് വാഹനം നിർത്തിച്ച് നടു റോട്ടിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊട്ടിയം തഴുത്തല സ്വദേശിനി അനിലയാണ് അപകടത്തിൽ മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് പത്മകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സോണി എന്ന യുവാവിനെയും പത്മകുമാർ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷനടുത്തായി രാത്രി 9 മണിയോടെയായിരുന്നു സംഭവമുണ്ടായത്. ഒമ്നി വാനിലെത്തിയ പത്മകുമാർ കാർ നിർത്തിച്ച ശേഷം കയ്യിൽ കരുതിയ പെട്രോൾ കാറിൽ ഒഴിക്കുകയും ശേഷം തീയിടുകയുമായിരുന്നു. കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ബേക്കറി സ്ഥാപനത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട അനില. ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സോണി. സോണിയെ പത്മരാജൻ ലക്ഷ്യമിട്ടിട്ടില്ലായിരുന്നു എന്നാണ് പിന്നീട് ലഭിച്ച വിവരം. അനിലയെയും അനിലയുടെ സുഹൃത്തായ മറ്റൊരാളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കൃത്യത്തിന് ശേഷം പത്മകുമാർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അപകടങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. റിയൽ സ്റ്റോറിയിൽ ഇനി മറ്റ് വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.